തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. വെല്ലുവിളിയായി ടണലിലെ മാലിന്യ കൂമ്പാരം രക്ഷാദൌത്യത്തിന് നാവികസേനയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുന്നു. അരവിന്ദ്, ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ രക്ഷാദൌത്യം 33 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നാവികസേന 8 മണിയോടുകൂടി തലസ്ഥാനത്തെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് പല ഘട്ടങ്ങളിലായി കനാലിലെ അതായത് മാൻഹോളിൽ നിന്നുള്ള അഴുക്ക് മാലിന്യം പുറത്തേക്ക് തള്ളുന്ന നടപടിയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ അവിടുത്തെ മാൻഹോളിൽ നിന്നും പമ്പ് ചെയ്ത് വിടുന്ന ജലം, അതിലൂടെ പുറത്തേക്ക് തള്ളുന്ന മാലിന്യം, അത് ഇവിടെ നിന്നും തിരിച്ച് നേരത്തെ നമുക്ക് വൈകുന്നേരം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്, അവിടുത്തെ കനാലിലേക്ക് ഒഴുക്കി ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യം. തുടർന്ന് അപ്പുറത്തെ വശത്തേക്കും പമ്പ് ചെയ്ത് വിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ തടസ്സമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിൽ തന്നെ ഹാലജൻ ലൈറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം രക്ഷാപ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം അതിലൂടെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഒരുപാട് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഒരുപാട് സാധാരണക്കാരായ ആളുകൾ കാഴ്ച കാണാൻ എത്തുന്ന രീതിയിൽ ഉണ്ട്. ഒരുപാട് പേർ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടുതൽ ഇവിടെ തിരക്ക് അനുഭവപ്പെടുത്താനും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാനും വഴിയൊരുക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളും ഇതിലൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.